ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി ടസർ സിൽക്ക് സാരീസാണ്. ഇതേപോലെ വരുന്ന നല്ല ഭംഗിയുള്ള ബാട്ടിക് പ്രിൻറ്റ് പാറ്റേണിൽ വരുന്ന നമ്മൾ ഇതേപോലെ ബോർഡേഴ്സൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള സാരീസാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന സാരീസും കൂടിയാണ്. അപ്പോൾ സെമി ടസറിൻ്റെ ഇങ്ങനെ പല കളേഴ്സിൽ പല പാറ്റേണിൽ വരുന്നുണ്ട്. നേരിയ ഡിഫറൻസ് ഒക്കെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ബോർഡറിലാണെങ്കിലും പല്ലുവിലാണെങ്കിലും അപ്പോൾ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. സെമി ടസറിന് ഒരുപാട് നമുക്ക് എൻക്വയറി ഉള്ള ഒരു സാരി തന്നെയാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. പിന്നെ കുറച്ച് കോട്ടൺ സാരീസും കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട്. അതും ഒരു ബിലോ 1500 റേഞ്ചിലുള്ള കോട്ടൺ സാരീസാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാൽ അപ്പോൾ ആദ്യം കാണുന്നത് നമ്മൾ സെമി ടസറാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ വരുന്നത് നമ്മുടെ പ്യുവർ ടസറിൻ്റെ അതേ ഒരു സ്റ്റൈലിലും പാറ്റേണിലൊക്കെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെയാണ്. നല്ലൊരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡാണ്. അതിനിതാ ഇതേപോലെ ഒരു ബ്രൗണിഷ് കളറാണ് കേട്ടോ. ഞാൻ ഒരെണ്ണം ഇതിങ്ങനെ ഓപ്പൺ ആക്കി കാണിക്കാം, പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കാം. കണ്ടോ, നല്ലൊരു ടസർ ഫീൽ ഉണ്ട് ഇതിന് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരിക. ബോഡിയിൽ ഇങ്ങനെ ഒരു ചെക്ക് പാറ്റേൺ പോലെയാണ് വരുന്നത്. നല്ല കളർ കോമ്പിനേഷൻ, പിന്നെ ബാട്ടിക് പ്രിൻറ്റ് പാറ്റേൺ വരുന്നുണ്ട്. ഇവിടെ ദാ ഇതേപോലൊരു ലൈൻ നമ്മൾ പ്യുവറിലൊക്കെ കാണുന്ന അതേപോലത്തെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഇവിടെയും ബാട്ടിക് വരുന്നുണ്ട്. ഡബിൾ ഷെയ്ഡായിട്ടാണ് സാരി വരുന്നത്. ഇത് ഞാൻ ഡബിൾ ലെയറിലാണ് ഇട്ടിട്ടുള്ളത്. 1 ലെയറിൽ ഇടുമ്പോൾ ഇതേപോലെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇങ്ങനെ ടാസിൽസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ആ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ബ്ലാക്ക് ആണോ ബ്രൗൺ ആണോ എന്ന് തോന്നിക്കണ പോലത്തെ ഒരു കളറാണ് പ്ലെയിൻ വരുന്നത്. ബോർഡേഴ്സിൽ ഇതേപോലെ സാരിയിൽ കാണുന്ന ആ ഒരു പാറ്റേൺ ആണ് വരിക കേട്ടോ. അപ്പോൾ എല്ലാത്തിലും കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നുണ്ടാവുക. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1025 ആണ്, 1025. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാം. അടുത്തത് ഇതേ കോമ്പിനേഷൻ, നല്ല ഗ്രീൻ ആൻഡ് ഒരു യെല്ലോ ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഈ യെല്ലോ ആൻഡ് ഗ്രീൻ. ഇതേപോലെ കേട്ടോ അതിൻ്റെ പല്ലു ബോർഡേഴ്സും വരിക. നമ്പർ 2 ആണ്. എല്ലാം ഒന്നിനൊന്നിന് ഭംഗിയായിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തു. കാരണം ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. കണ്ടോ, ഞൊറിഞ്ഞു കൊടുത്തു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ആ ഒരു കളർ കോംബോ സൂപ്പറായിട്ടുണ്ട്. പല്ലു ഇതേപോലെ നേരത്തെ കണ്ട അതേ ഒരു പാറ്റേൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യാത്തത്. കണ്ടോ, ബ്ലൗസ് ഇതേപോലെ ആ ഒരു ബോർഡറിൻ്റെ കളർ കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് വരിക. ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ ഇതേ പാറ്റേൺ ആണ് വരിക. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് നല്ല ഓഫീസ് വെയർ ആയിട്ടും കുട്ടി ഫങ്ഷൻ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. റേറ്റ് സെയിം ആണ്. ഈ സെമി ടസർ സാരീസിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് 1025 ആണ്, 1025 ആണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇതേപോലെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഞൊറിഞ്ഞുടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. കണ്ടോ, ആ ഒരു സെമി ടസറിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത്. ഇതൊരു പ്രത്യേക കളറ്, പിങ്കിൻ്റെ ഒരു കളർ ഷെയ്ഡാണ്. ഇവിടെ ഒരു മെറൂണിഷ് പോലത്തെ കളറിലാണ് ഒരു ബാട്ടിക് പ്രിൻറ്റ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കണ്ടോ, ആ ഒരു ബോർഡറിൽ വരുന്ന കളറാണ്. ബോർഡേഴ്സിൽ ഇങ്ങനെ വരും കേട്ടോ. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. റേറ്റ് സെയിം ആണ്, 1025. അടുത്തത് സാരി നമ്പർ 4 ആണ്. റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്നൊരു കോമ്പിനേഷനാണ്. എല്ലാം സെമി ടസറിൽ ബാട്ടിക് പ്രിൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ്. ബോഡിയിൽ ഒരു ചെക്ക് പാറ്റേൺ നമ്മുടെ പ്യുവർ ടസറിൻ്റെ ഒരു ഫീല് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. ബോർഡേഴ്സിൽ കണ്ടോ ഈ ഒരു ലൈൻ പാറ്റേൺ പോലെ. പിന്നെ നല്ല ബ്ലാക്കാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെയുണ്ട്.
ആ സാരിയും ബ്ലൗസും ഒക്കെ ആയിട്ട് പെയർ ചെയ്യണത് നമ്മളൊന്നും മനസ്സിൽ കണ്ടാൽ മതി, നല്ല ഭംഗിയായിരിക്കും. പിന്നെ മാത്രമല്ല ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. അടുത്തത് സാരി നമ്പർ 5 ആണ്. ഇതൊരു ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ഗ്രീൻ ആണെന്ന് പറയാം. വീഡിയോയിൽ ഇത് ചിലപ്പോൾ ഇത്തിരി ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ഇതേപോലത്തെ കളേഴ്സ് എപ്പോഴും വീഡിയോയിൽ ഒരു ബ്ലൂയിഷ് ആയിട്ടാണ് കാണുക. നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പല്ലു അതേപോലെ തന്നെ ബ്ലൗസും ഒരു കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെയാണ് കരിനീലയിൽ ബോർഡേഴ്സിൽ ഈ ഒരു ബാട്ടിക് പാറ്റേണും ലൈൻ പാറ്റേണും. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. സെയിം ആണ്. ഇനി ഈ സെയിം കളേഴ്സിൽ തന്നെ കുഞ്ഞ് ഡിഫറൻസ് ആ ഒരു ബാട്ടിക് പ്രിൻറ്റ് പാറ്റേണിൽ വരുന്നതാണ് കാണിക്കുന്നത്. എല്ലാത്തിനും സെപ്പറേറ്റ് നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്. ഏതാണ് ഇഷ്ടമായെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി. സെയിം നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് വരിക കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണ്, വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. അടുത്തത് നമ്പർ 6 ആണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ്. നേരിയ ഡിഫറൻസ് ആ ഒരു ബാട്ടിക് പ്രിൻറ്റ് പാറ്റേണിൽ പല്ലൂലും ബോർഡേഴ്സിലൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് നമ്പർ ഇടണത് എന്താണെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് നമ്മളിത് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണിച്ചത് വേറെയാണ്, അയച്ചത് വേറെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടവരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാത്തിനും നമ്പർ ഇട്ട് കാണിക്കണത് കേട്ടോ. ഇപ്പം നോക്കിയ ഡിഫറെൻറ്റ് പാറ്റേണിനൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനി സെയിം കളറിൽ തന്നെ വേറെ പാറ്റേൺ വരുന്നുണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിലും കുഞ്ഞു കുഞ്ഞു ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. സാരിയുടെ ഭംഗിയിൽ ഒരു മാറ്റവും ഇല്ല. നല്ല സൂപ്പർബായിട്ടുള്ള സാരീസാണ്, അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ റീസ്റ്റോക്കിൽ വരുമോ എന്ന് എനിക്ക് ഷുവറല്ല. ഇതേപോലെയാണ് ബ്ലൗസ് വരുന്നത്. സ്ലീവ്സിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ചിലതിൽ മാത്രം ബാട്ടിക്കായിട്ട് സ്ലീവ്സിൽ വരുന്നുള്ളൂ, ചിലതിൽ ഒരു ലൈൻ പാറ്റേൺ. എങ്ങനെയാണെങ്കിലും നല്ല സൂപ്പർബായിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഉടുക്കാനും നല്ല ഫീലാണ്. ഒരു ടസർ ഉടുക്കുന്ന അതേ ഒരു ഫീല് തന്നെയാണ് സെമി ടസർ ആണെങ്കിലും കേട്ടോ. റേറ്റ് സെയിം ആണ്, 1025. അടുത്തത് നമ്പർ 7. കണ്ടോ, നല്ല രസമാണ്. ഇത് ഉടുത്തൊക്കെ വരുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ. നല്ല പേൾ ഓർണമെൻറ്റ്സിൻ്റെ കൂടെയൊക്കെ സൂപ്പർബായിരിക്കും കേട്ടോ. ഈ പോലെ തന്നെ കോൺട്രാസ്റ്റ് കണ്ടോ, സ്ലീവ്സിൽ വരുമ്പോൾ ഇതേപോലെ വരും. അടുത്തത് നമ്പർ 8. നല്ല ഭംഗിയാട്ടോ, ആ ഒരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. എല്ലാ കളറും ഒന്നിനൊന്നിന് ഭംഗിയാണ്. എല്ലാവരും കൂടെ ഒരു കളർ ചോദിച്ചാൽ ഉണ്ടാവില്ല, വളരെ കുറച്ച് പീസസാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഇതേപോലെ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. ഇതാണ് ബ്ലൗസ് പീസ്. ഞൊറിഞ്ഞൊക്കെ കൊടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. അടുത്തത് നമ്പർ 9. ആ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് സൂപ്പറാണ്. എടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ട്. പല്ലു ഇതേപോലെ, ബ്ലൗസ് ബ്ലാക്ക്. കണ്ടോ, ഇതേപോലെ കേട്ടോ. ചിലതിൽ മാത്രം ഒരു ബാട്ടിക് ആ ഒരു ബ്ലൗസിൽ വരുന്നുള്ളൂ, ചിലതിൽ ലൈൻ പാറ്റേൺ കേട്ടോ. അത് നമുക്കിങ്ങനെ കുറേ ഉള്ളതെന്ന് അത് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ ലൈൻ മാത്രമായിരിക്കും. സാരി നമ്പർ 10. ഇതിൻ്റെ ഞാൻ പറഞ്ഞു വീഡിയോയിൽ കളറിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇതൊരു ബ്ലൂയിഷ് ആയിട്ടായിരിക്കും വീഡിയോയിൽ കാണുക. കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. ഇതാണ് ആ ബോർഡർ വരുന്നത്. സ്പെഷ്യൽ ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു ഗ്രീനിഷ് ടച്ചാണ് കൂടുതലായിട്ട് തോന്നുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ്, നല്ല കരിനീല കളറ് ബ്ലൗസ്. നമ്പർ 10. ഇതിലും കണ്ടോ, ഇതിൻ്റെ ഒരു ബോർഡേഴ്സിൽ ആ പല്ലുവിൻ്റെയിലൊക്കെ ഉള്ള ഡിഫറൻസ് കാരണം കൊണ്ടാണ് നമ്മൾ വേറെ വേറെ നമ്പർ ഇടണത് കേട്ടോ. ഇതേപോലെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പാറ്റേണിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് 2-3 പാറ്റേൺസും കൂടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിൽ സ്ലീവ്സിൽ ആ ഒരു ബാട്ടിക് പ്രിൻ്റ് വരുന്നുണ്ട്, ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. ഇങ്ങനെയുണ്ടാവുക. 2 സൈഡിൽ ഈ ബോർഡർ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ പല്ലു ഡിഫറെൻ്റ് ആണ്. നമ്പർ 11 ആണ്. റേറ്റ് സെയിം ആണ്, 1025. അടുത്തത് നമ്പർ 12.
ഇതിൻ്റെ പല്ലു നേരത്തെ കണ്ട പോലെ തന്നെ കണ്ടോ, ഞൊറിഞ്ഞൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. സൈഡിൽ ഈ നൂലൊക്കെ ഇതിൻ്റെ മേക്കിങ്ങിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അതിങ്ങനെ അതിൽ വരുന്ന ലൈൻ പാറ്റേണിൻ്റെ ത്രെഡാണ് കേട്ടോ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ബ്ലൗസ് ആ ഒരു ബോർഡറിൽ വരുന്ന ഒരു മെറൂണിഷ് ആ ഒരു കളറാണ് കണ്ടോ, ഇതേപോലെ 13 ഇതേപോലെ തന്നെ ഇതിൻ്റെ പല്ലുവിലുള്ള ഡിഫറൻസ് കേട്ടോ. പല്ലു ഇതേ ഒരു പാറ്റേൺ, കുഞ്ഞു കുഞ്ഞു ആ ബാട്ടിക് പ്രിൻറ്റിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് ഇതേപോലെ. അടുത്തത് സാരി നമ്പർ 14. ഈ കളർ കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കളർ ഡിഫറൻസ് ഉണ്ടാവും. ഒരു നല്ലൊരു ഗ്രീനിഷ് ആ ഒരു കളറാണ്. ഇങ്ങനെ പല്ലു, ബ്ലൗസ് കരിനീല, ബോർഡറിൽ ഇതേപോലെ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാട്ടോ. നമ്പർ 40. അടുത്തത് നമ്പർ 15 റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. ആ ചെക്ക് പാറ്റേൺ ചിലതിൽ ഇവിടെ ഒന്നും ഈ ചെക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതിങ്ങനെ നോർമലായിട്ട് വരുന്നതാണ് കേട്ടോ. ഇതേപോലെ ചിലതിൽ ഇതിൽ ഡാർക്ക് ചെക്ക്, ചിലതിൽ ചില ഏരിയയിൽ ലൈറ്റൊക്കെ ആയിട്ട് ചിലപ്പോൾ കാണാം. അപ്പോൾ അത് നോർമലായിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇങ്ങനെ കേട്ടോ. ബ്ലൗസ് ബ്ലാക്ക്. റേറ്റ് വരുന്നത് സെയിം ആണ്, 1025. അപ്പോൾ നമ്മുടെ സെമി ടെസർ കളക്ഷൻ കഴിഞ്ഞു. ഒരു 15 നമ്പർ വരെയാണ് സെമി ടെസർ കാണിച്ചത്. ഇനി അങ്ങോട്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്, ഒരു മേഴ്സറൈസ്ഡ് കോട്ടൺ പാറ്റേണിലാണ് ഈ സാരീസ് വരുന്നത്. അല്ലെങ്കിൽ ഒരു ഖാദി കോട്ടൺ ആ ഒരു പാറ്റേണിലൊക്കെ ഉള്ള ഒരു സാരിയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്, നല്ലൊരു കോട്ടൺ സാരിയാണ്. ഉടുക്കാനും വളരെ കംഫർട്ടബിളാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാൻ 1 ലെയറിലിട്ട് കാണിക്കാം. ഇത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ്. സെമി ടെസറിനേക്കാളും കുറവിലാണ്, നമ്പേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ. നമ്മുടെ മഴയൊക്കെ മാറി നല്ല ചൂടും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതാണ്. ഇത് സ്റ്റാർച്ച് ഒട്ടും ഇല്ലാത്ത ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. ഇതേപോലെ ഒരു ഇക്കട്ട് പാറ്റേൺ, ചെക്ക് പാറ്റേണിൽ ഒരു ഇക്കട്ട് ഡിസൈൻ വരുന്ന സാരിയാണ്. ബോർഡേഴ്സ് കണ്ടോ, നല്ലൊരു കോൺട്രാസ്റ്റ് ബോർഡേഴ്സാണ് വന്നിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് ആ ഒരു യെല്ലോയിഷ് ഓറഞ്ച് കളറാണ് ബോർഡർ വരുന്നത്. പല്ലു വരുന്നത് ഇതാ ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ് വരുന്നത്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമുക്ക് സാരി അത്രയും ലൈറ്റാണ്, ഉടുക്കാൻ അത്രയും സുഖമാണ്. നമുക്ക് സാരി ഉടുത്ത ഒരു ഫീലേ ഉണ്ടാവില്ല, അത്രയും കംഫർട്ടബിളാണ്. ഒട്ടും ചൂടെടുക്കില്ല, എത്ര നേരം വേണമെങ്കിൽ വെയർ ചെയ്ത് നിൽക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതിൻ്റെ ബോർഡർ വരുന്നത് ഈ ഒരു കളറിലാണ് വരുന്നത്. ഇത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഒരു ഓറഞ്ച് ഉണ്ട്. ഏത് കളർ വേണമെങ്കിൽ ബ്ലൗസിൻ്റെ കൂടെ നിങ്ങൾക്ക് പെയർ ചെയ്യാം. പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പ്രിൻറ്റഡ് ബ്ലൗസിൻ്റെ കൂടെയാണെങ്കിലും ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ. ഇതേപോലെ വരുന്നത്. ഈ സാരീസിൻ്റെ റേറ്റ് വരുന്നത് 1455 ആണ്, 1455. ഈ സാരിയുടെ നമ്പർ വരുന്നത് നമ്പർ 16 ആണ് കേട്ടോ. ഈ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് അഥവാ പറ്റിയില്ലെങ്കിൽ ഈ സാരിയുടെ ഫോട്ടോ ഇട്ടിട്ട് നമ്പർ 16 അല്ലെങ്കിൽ എത്ര നമ്പർ എന്ന് വിചാരിച്ചാൽ അതും കൂടെ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് ഏതാ സാരി എത്രാമത്തെ നമ്പറാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. ഇനിയുള്ളത് നമുക്ക് വേഗം കളേഴ്സും ആ ഒരു പല്ലും ബ്ലൗസൊക്കെ കണ്ടിട്ട് പോവാം. ഇതേപോലെ ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫോൾഡിംഗ് ഒക്കെ പോവും. അതുകൊണ്ടാണ് ഇതാ കണ്ടോ, പ്ലീറ്റ്സൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഇത് നമ്പർ 17 ആണ്. ഒരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കുന്ന ഒരു കളറാണ്. ഒരു ഗ്രീനിഷ് ആൻഡ് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പാറ്റേണിൽ നിന്ന് ഇത്തിരി ഒരു ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ബോർഡേഴ്സിൽ ആ ഒരു ഇക്കട്ട് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ്
ആ ഒരു നമ്മൾ ഉടുക്കുന്ന ആ ഒരു പല്ലുവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഇത്തിരി അടുപ്പിച്ചിട്ടുള്ള ഒരു ഇക്കട്ട് പാറ്റേൺ ഡിസൈനാണ്. ഇതിൻ്റെ ബോർഡേഴ്സിലും കണ്ടോ ഇതേപോലത്തെ ഒരു ഡിസൈനാണ്. അത് നല്ല ഭംഗിയാണ്. പല്ലു ഇങ്ങനെ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ഇതിൻ്റെ ഇത്തിരിയും കൂടെ പ്രീമിയം ആയിട്ടുള്ളതൊക്കെ ഒരു 3000 ആ ഒരു സംതിങ് രീതിയിലൊക്കെ വരുന്നതാണ് കേട്ടോ. ഇതൊരു ബിലോ 1500 വരുന്ന സംഭവമാണ്. ബ്ലൗസ് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനാണ്. സ്ലീവ്സിൽ ഇതേപോലെ വരും കേട്ടോ. അപ്പോൾ ഈ സാരിയും ബ്ലൗസുമായിട്ട് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള സാരി. ബോഡിയിലോട്ട് വരുംതോറും ഇത്തിരി ഗ്യാപ്പുള്ള ഇക്കട്ട് പാറ്റേൺ ആണ് വരുന്നത്. അതിൻ്റെ ബോർഡേഴ്സ് ആണെങ്കിലും നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് കണ്ടോ. നല്ലൊരു ലുക്കാണ് കേട്ടോ. ക്ലാസ് സ്റ്റാൻഡേർഡ് ലുക്കാണ് ഈ സാരീസിന്. പല്ലു ഇങ്ങനെ. റേറ്റ് സെയിം ആണ് 1455. ഇനി അടുത്ത സാരി. അടുത്തത് സാരി നമ്പർ 18 ആണ്. നല്ലൊരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. ഇതേപോലെ വരുന്ന നല്ലൊരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. ചെക്സും അതിൽ ആ ഒരു ഇക്കട്ട് പാറ്റേൺ ഒക്കെ വരുമ്പോൾ അടിപൊളിയാണ്. പല്ലു ഇങ്ങനെ ഒരു ഗ്രീൻ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് ഒരു ഗ്രീനാട്ടോ. ഗ്രീനിൻ്റെ ബോർഡേഴ്സ് ഇതേപോലെ വരും. ലൈൻ പാറ്റേൺ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രീനാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ബ്ലാക്ക് പ്ലെയിൻ ബ്ലൗസ് വെയർ ചെയ്താൽ സൂപ്പറായിരിക്കും. അതേപോലെ തന്നെ ഈ യെല്ലോ കളർ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം കണ്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഉടുക്കാനും ഭയങ്കര സുഖമാണ്. നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിളാണ്. റേറ്റ് വരുന്നത് 1455. ഇനി അടുത്ത സാരിയാണ്. അടുത്തത് സാരി നമ്പർ 19 ആണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. ഇതൊരു ആഷ് ഗ്രേ കളറാണ്. അതിൻ്റെ ബോർഡേഴ്സിൻ്റെ ഒക്കെ കളർ കോമ്പിനേഷനാണ് ഈ സാരീനെ ഡിഫറെൻ്റ് ആക്കുന്നത്. അതേപോലെ തന്നെ ബ്ലൗസും. ഇത് ഓപ്പൺ ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ അത് നടക്കണില്ല. കാരണം ഇതിൻ്റെ ബ്ലൗസൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നിവർത്തിയേ പറ്റുള്ളൂ. പിന്നെ ഇത് നിവർത്തി കാണിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുള്ളൂ അല്ലേ. കണ്ടോ ഇതേപോലെ നല്ല ഡ്രസ്സായിട്ട് സ്റ്റൈൽ ചെയ്യാം നമുക്ക്. ഓഫീസ് വെയറൊക്കെ ആയിട്ട് സൂപ്പർബാണ്. ഒട്ടും സ്റ്റിഫല്ല, സ്റ്റാർച്ച് ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ ഓരോ സാരീനെ പറ്റിയും കാണിക്കുമ്പോൾ ഞാൻ എല്ലാം പറയാറുണ്ട്. ഇതിൽ നിങ്ങൾക്ക് യോജിച്ചത് ഏതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക കേട്ടോ. കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. പല്ലു ഇങ്ങനെ വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് ആ ഒരു പല്ലുവിൻ്റെ അതേ കളറിൽ ലൈൻ പാറ്റേൺ വിത്ത് ബോർഡർ കണ്ടോ ഇങ്ങനെയാണ് വരിക ബ്ലൗസ്. ഈ പല്ലുവിൻ്റെ അടുത്തുള്ള ഭാഗത്താണ് ഇത്ര അടുത്തടുത്ത് ഉള്ള ഒരു ഡിസൈൻ വരുന്നത്. ബോഡിയിലോട്ട് വരുന്നതോറും ഇത്തിരി ഗ്യാപ്പായിട്ടുള്ള പാറ്റേൺ ആണ് വരിക കേട്ടോ. എല്ലാത്തിലും അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് സെയിം ആണ് കേട്ടോ 1455. ഇനി അടുത്ത സാരി. അടുത്തത് സാരി നമ്പർ 20 ആണ്. ഇതും നേരത്തെ കണ്ട ഒരു ആഷ്യൻ ഗ്രാൻഡ് ഒരു വേറെ കളർ തന്നെയാണ്. അതിൻ്റെ കോമ്പിനേഷൻ ഒരു പീച്ച് ഒരു സ്പെഷ്യൽ കളറാണ്. നല്ല രസമുണ്ട് കാണാൻ. ഈ കോമ്പിനേഷൻസൊക്കെ സൂപ്പർബായിട്ടുണ്ട്. പല്ലു ഇങ്ങനെയാണ് വരിക കേട്ടോ. ഈ ഒരു സെയിം കളർ ലൈൻ പാറ്റേൺ വിത്ത് ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരിക കേട്ടോ. കേട്ടോ ഇതേപോലെ സാരി വരുന്നത്. ബോർഡേഴ്സ് ഇതേപോലെ. പല്ലു ഇങ്ങനെ. ബ്ലൗസ് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ഈ ഒരു കളർ ലൈൻ വിത്ത് ബോർഡർ ആയിട്ട് വരും. ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് അല്ലാതെ ഇത്തിരി പാറ്റേണും ഡിഫറെൻ്റ് ആണ്. ആ ഒരു കളർ കോമ്പിനേഷനും ബോർഡറൊക്കെ നല്ല രസമായിട്ടുണ്ട്. സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. റേറ്റ് സെയിം ആണ് 1455 ആണ്. 1455. അടുത്തത് നമ്പർ 21 ആണ്. നല്ലൊരു ബർഗണ്ടി ഷെയ്ഡ്. ഡാർക്ക് മെറൂൺ ആൻഡ് ഒരു ബ്രൗണിൻ്റെ ഇടയിലുള്ള ഒരു കളർ ഉണ്ടല്ലോ, അങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഈ ഒരു ചെക്സും ഇതൊക്കെ വരുമ്പോൾ സൂപ്പറാണ് കേട്ടോ. ചെക്സ് ലൈൻസ് പോൾക്ക അങ്ങനത്തേൻ്റെയൊക്കെ ഫാഷൻ എപ്പോഴും നിൽക്കുന്ന ഒരു സംഭവമാണ്.
പിന്നെ കോട്ടൺ സാരി അല്ലേ, ഇതൊക്കെ ആ ഒരു ട്രഡീഷണൽ ഒത്തൻറ്റിക് ലുക്കുള്ള സാരീസാണ്. ഒരു ഇക്കട്ട് പാറ്റേൺ, ചെക്ക് പാറ്റേൺ, ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടോ. വേറെ ഇത് വരുമ്പോൾ സൂപ്പറായിരിക്കും. ഇങ്ങനെയാണ് ഞൊറിഞ്ഞെടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. നല്ല ഭംഗിയായിരിക്കും. പല്ലു ഇങ്ങനെ. എനിക്ക് എന്തോ ഇതേപോലത്തെ സാരികളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമാണ്. ഉടുക്കുന്നത് കുറവാണെങ്കിലും കാണാനും ഇങ്ങനെ വെച്ച് കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ബ്ലൗസ് കണ്ടോ, നല്ല ഭംഗിയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വേണ്ടെങ്കിൽ ഈ ബോഡിയുടെ കളറിൽ തന്നെ നിങ്ങൾക്ക് ബ്ലൗസ് സെറ്റ് ചെയ്യാം. എല്ലാവരുടെയും കോമൺ ആയിട്ട് മെറൂണൊക്കെ കാണും അല്ലേ, ബ്രൗണൊക്കെ. അപ്പോൾ ആ ഒരു കളറിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇതെല്ലാം ഓരോന്ന് എടുത്തിട്ട് സാരി ഉടുത്തങ്ങോട്ട് തുടങ്ങിയാലോ എന്നാണ് ഞാൻ വിചാരിക്കണം. നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനെ വരും. റേറ്റ് 1455. അടുത്തത് സാരി നമ്പർ 22 ആണ്. നല്ലൊരു മെറൂൺ ആൻഡ് ഒരു ഗ്രീനിഷ് യെല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ബോർഡറാണ് വരുന്നത്. ഇതാണ് പല്ലു വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ്, ആ ഒരു പല്ലുവിൻ്റെ കളറ് ലൈൻ പാറ്റേൺ വിത്ത് ബോർഡർ കണ്ടോ. നമ്പർ 22. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഒരു ട്രഡീഷണൽ ഒത്തൻറ്റിക് ലുക്കാണ് കേട്ടോ ഈ സാരി ഉടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. നല്ല രസമായിരിക്കും അത് വെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ. ഇങ്ങനെയാണ് വരുന്നത്. പല്ലു ഇതേപോലെ. ബ്ലൗസ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇങ്ങനെ. ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴും ഭംഗിയായിരിക്കും കേട്ടോ. കണ്ടോ, ഇങ്ങനെയായിരിക്കും വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബേസ് മെറൂൺ കളർ തന്നെ ഇടാം. ബ്ലാക്കിൻ്റെ കൂടെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. പക്ഷെ ഇതിൻ്റെ വിത്ത് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പോൾ വേറെ തന്നെ ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് സെയിം ആണ്, 1455. ഇനി അടുത്ത സാരി. അടുത്തത് സാരി നമ്പർ 23 ആണ്. ഇതിൻ്റെ കളർ ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് തോന്നിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഒരു ബ്ലൂവും പിങ്കും അങ്ങനെയൊക്കെയുള്ള ഒരു മിക്സഡ് ഒരു കളറാണ്. ഇനി ഇതിൻ്റെ പല്ലു കണ്ടോ, ഇതേപോലെ. ബ്ലൗസ് ആ ഒരു സെയിം. ഇതിൻ്റെ പ്ലെയിൻ അല്ല കേട്ടോ, ഇതിൽ ലൈൻ വരുന്നുണ്ട്. പക്ഷെ അതങ്ങനെ അത്ര വിസിബിൾ അല്ല. ആ ഒരു 2 ഷെയ്ഡും അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. വിത്ത് ബോർഡർ ഇതേപോലെ വരുന്നത്. ഇതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇതേപോലെ കേട്ടോ. കണ്ടോ, ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ്. അതിൻ്റെ ബോർഡേഴ്സാണ് കളർ കോമ്പിനേഷൻ മെയിൻ അതിൻ്റെ ഒരു അട്രാക്ഷൻ വരുന്നത്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. പല്ലു ഇതാ ഇതേപോലെ. നല്ല ഭംഗിയുള്ള സാരീസാണ്. ഇങ്ങനെ. ഇനി അടുത്ത സാരി. അടുത്തത് സാരി നമ്പർ 24 ആണ്. നല്ലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. പല്ലു ഇങ്ങനെ വരിക. ഇതിലൊക്കെ ആ ഒരു ഇക്കട്ട് പാറ്റേൺ ഡിസൈൻ വരുന്നുണ്ട്. ബ്ലൗസ് ആ ഒരു പല്ലുവിൻ്റെ സെയിം കളർ ലൈൻ പാറ്റേൺ വിത്ത് ബോർഡർ. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ആ ഒരു കളർ കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. ബോർഡേഴ്സ് ഇതേപോലെ വരും കേട്ടോ. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് ആ ഒരു സെയിം കളർ ലൈൻ പാറ്റേൺ വിത്ത് ബോർഡർ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാരീസാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നൊരു 24 നമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസ് ത്രൂ എൻക്വയറിയും പർച്ചേസും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരി
വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നോ അതിൻ്റെ പ്രത്യേകത എന്താണെന്നോ മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.